വെൽക്കം ബാക്ക്. ഷെഫ് ലിസ്റ്റിൻ്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന പുതിയ റെസിപ്പി എന്ന് വെച്ചാൽ ഒരു പഴമാങ്ങ അച്ചാർ കറിയാണ്. എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പറായ ഡിഷാണ് പഴമാങ്ങ അച്ചാർ കറി. ഇത് വെറും 2-3 ഇൻഗ്രീഡിയൻസ് വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കിട്ടുന്ന റെസിപ്പിയാണ്. ഇപ്പം മാമ്പഴത്തിൻ്റെ ഒക്കെ കിട്ടുന്ന സീസണല്ലേ, അപ്പോൾ മാങ്ങയൊക്കെ വെച്ച് നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി കറികളൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ പഴമാങ്ങ കറി ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം നമുക്ക് ഇതുപോലെ നല്ല പഴുത്തൊരു മാങ്ങ എടുക്കുക. പഴുത്ത മാങ്ങ നല്ല പീൽ ചെയ്ത് അതിനുശേഷം ഇതുപോലെ നല്ലപോലെ കട്ട് ചെയ്ത് ചെറിയ ഈ ഒരു വലിപ്പത്തിലുള്ള ക്യൂബ് കഷ്ണങ്ങളായി കട്ട് ചെയ്ത് നമ്മുടെ മാങ്ങ ഒന്ന് എടുത്ത് വെക്കണം. അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് അല്പം കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുകൊന്ന് പൊട്ടിക്കുക. നമ്മുടെ കടുകൊന്ന് പൊട്ടി വരുന്ന സമയം നമ്മൾ അടുത്ത അതിലേക്ക് ജൂലിൻ ചെയ്ത് വെച്ചേക്കുന്ന ജിഞ്ചർ, ഗാർലിക് ആൻഡ് ഗ്രീൻ ചില്ലി ഇത് മൂന്നും കൂടി ഇട്ട് നല്ലപോലെ വഴറ്റി ഒന്ന് സോട്ട് ചെയ്തെടുക്കും. ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നവരെ നല്ലപോലെ ഒന്ന് വാടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കും. അതിനുശേഷം നമ്മുടെ ഗാർലിക്കൊക്കെ നല്ലപോലെ വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതിലൊരു 3 ടീസ്പൂൺ മുളക് പൊടിയും അടുത്ത് നമ്മളതിലേക്കൊരു 3 ടീസ്പൂൺ അച്ചാർ പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അച്ചാർ പൊടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രാൻഡിന് വേണം യൂസ് ചെയ്യാം. അപ്പോൾ അച്ചാർ പൊടിയും കൂടെ നമ്മൾ ഇട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വെള്ളം ഒന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. ജസ്റ്റ് ഒരു 2 മിനിറ്റ് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്ത് ആഡ് ചെയ്യേണ്ടത് നമ്മൾ കട്ട് വെച്ചേക്കുന്ന മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്ര വലിയ ശകലം വലിപ്പമുള്ള കഷ്ണങ്ങളായ ശേഷം അതുകൊണ്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് മാങ്ങ ഒന്ന് വേവിക്കണം. അപ്പോൾ 2 മിനിറ്റ് തിളയ്ക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഴമാങ്ങ അച്ചാർ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഫിനിഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പറായി ടേസ്റ്റിയായ ഒരു അച്ചാർ കറി നമുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പെട്ടെന്ന് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. ഇതിപ്പോൾ സൂപ്പറായിട്ട് ഒരു അച്ചാറിൻ്റെ ഫീലും നല്ല സ്റ്റൈലും അല്പം മധുരം ലൈറ്റ് പുളിയൊക്കെ ഉള്ള കിടലിനൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതുപോലത്തെ പുതിയ വീഡിയോകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.